വേറൊരു സ്ഥാനത്തെക്കാട്ടും വലിയ സ്ഥാനം എനിക്കുണ്ട്. അത് കേരളത്തിൻ്റെ മകൻ എന്നുള്ള സ്ഥാനമാണ്. സ്നേഹ സന്ദർശനമാണ്. അതേ ഞങ്ങളുടെ കുടുംബമാണ്. കുടുംബത്തിൽ വന്നു. പ്രത്യേകിച്ച് അമ്മ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചു. അല്ല, ഞാനത് കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് ഇന്ന് വീണ്ടും ആവർത്തിച്ചു. എല്ലാ ചാനൽസും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിക്കാൻ പോവുകയാണ്. ഞാനിന്ന് അനുഭവിച്ച സ്നേഹം, പ്രത്യേകിച്ച് ഇന്ന് സത്യപ്രതിജ്ഞയുടെ സമയത്ത് കണ്ട ഒരു സ്നേഹവും താല്പര്യവും എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. അവിടെ ഉയർന്നു കേട്ട് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള മുദ്രാവാക്യങ്ങളാണ്. മരിച്ചിട്ടില്ല എന്നുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം അവിടെ ഏറ്റുപറഞ്ഞു. എനിക്കത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു. എൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ മരണസമയത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ അന്തിമ യാത്രയിൽ ഉൾപ്പെടെ വന്നവരെ, അതുപോലെ തന്നെ കേരളം മൊത്തത്തെ ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വേറൊരു സ്ഥാനത്തെക്കാട്ടും വലിയ സ്ഥാനം എനിക്കുണ്ട്. അത് കേരളത്തിൻ്റെ മകൻ എന്നുള്ള സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ ഉള്ള തീരുമാനം അത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തന വ്യാപനം, പ്രത്യേകിച്ച് ഡ്രഗ്സിനെതിരെയുള്ള മൂവ്മെൻറ്റ് കൂടിയാക്കി അതിനെ മാറ്റുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരുടെ സഹകരണത്തിൽ ഞാൻ പറയാം. മന്ത്രിസ്ഥാനം എൻ്റെ ഫാദർ പറഞ്ഞ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുണ്ട്. ജനം വെറുത്തിട്ട് എത്ര സ്ഥാനമുണ്ടെങ്കിലും എന്താ കാര്യം? ജനം വെറുക്കുന്നില്ല എങ്കിൽ അതല്ലേ വേണ്ടത്. ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടെന്ന് ഇന്ന് എനിക്ക് വീണ്ടും ഉറച്ച ബോധ്യമുണ്ട്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനം.